ഇന്ന് കക്ക പൊരിക്കണേന്റെ പാർട്ട് 2 ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മളുടെ കക്ക അപ്പൊ ഗൈസ് ഉള്ളിയും തക്കാളി ഇതവിടെ മുറിച്ചേക്കാൻ നിൽക്കുന്നുണ്ട്. ഉള്ളി മുറിച്ചിട്ടുണ്ട്, ഇത് തക്കാളി മാത്രം മുറിച്ചാൽ പിന്നെ തക്കാളിയാണ് പറയാം. അപ്പൊ ഗൈസ് നമ്മളെ കക്ക പൊരിക്കണേന്റെ പാർട്ട് 1 ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിക്കണ നിങ്ങൾ കാണണം ഗൈസ്. അപ്പൊ ഗൈസ് മസാല ഇടാം, മഞ്ഞപ്പൊടി, അതിന് ശേഷം കുറച്ച് ഉപ്പിടാം. അപ്പൊ ഗൈസ് നമ്മളിതാ കക്ക കുക്കറിൽ കയറ്റിക്കൊണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഉള്ളി വാട്ടാൻ നിൽക്കണം. അപ്പൊ ഗൈസ് നമ്മളതിക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ മസാല തക്കാളി ഉള്ളിക്ക് മസാല ഗൈസ് മസാല. അപ്പൊ ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, പിന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ടുണ്ട് ഗൈസ്. അത് നല്ല മിക്സ് ചെയ്യണി, നല്ല മിക്സ് ചെയ്തിട്ട് അത് വാട്ടിയാവണം, നല്ല വരത്തിലാവണം. പച്ചമണം ആയി നല്ല കത്തി ആര് കത്തണ തീയെ കിട്ടി. നമ്മൾ കക്കർച്ചി എന്തിട്ടുണ്ട് കുക്കറിൽ. അപ്പോൾ ഇത് തുറന്നു നോക്കാം. അടിപൊളി ഗൈസ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ കുക്കർ തുറക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും ഇതിന്റെ വെള്ളം കുറ്റാണ്. അപ്പൊ ഗൈസ് നമ്മളെ കക്കച്ച് ആ വാട്ടി ഉള്ളിയും തക്കാളി കിട്ടും മസാല കിട്ടാൻ. അപ്പൊ ഗൈസ് അപ്പൊ ഗൈസ് നമ്മളെ കക്കച്ച് അതിലേക്ക് അപ്പൊ നമുക്ക് മസാല സൂപ്പർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാണാം. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. അപ്പൊ ഗൈസ് നമ്മൾ പൊറോട്ട കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് കുറേ നേരം ഞങ്ങളോട് ഇറങ്ങിയിട്ട് അവർ കാണുന്നില്ല, നമുക്കൊന്നും പോയേക്കാം. നമുക്ക് ചോറ് കൂട്ടിക്കണം. സ്റ്റോറിന്റെ കാണാം. സ്റ്റോർ അപ്പോൾ ഗൈസ് നമ്മൾ കക്ക വെന്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൽ ഇടാം.